ഹായ് ഗൈസ്, നമുക്ക് കുറച്ച് ഉണക്കക്കപ്പ വേവിച്ചാലോ? അതിനാദ്യമായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഉണക്കക്കപ്പ നമ്മൾ ഒരു 3-4 വിസിലടുപ്പിച്ച് ഒത്തേക്ക് ഇച്ചിരി കുഴഞ്ഞു പോയേ. അടുത്തതായിട്ട് ഒരു വെളുത്തുള്ളിയും കറിവേപ്പിലയും ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് സവോളയും കുറച്ച് ഉണക്കമുളകും എടുക്കുക. അതിലേക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിരകിയ തേങ്ങ ഇടുക. നമ്മൾ കുറച്ച് ഉണക്കക്കപ്പ ഉള്ളതുകൊണ്ട് കുറച്ച് അധികം തേങ്ങയൊന്നും വേണമെന്നില്ല, കുറച്ച് തേങ്ങ എടുക്കുക. അതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി ഇട്ട് വെച്ചിരിക്കുന്ന തേങ്ങയ്ക്കകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാ സാധനവും കൂടി ഇടുക. വെളുത്തുള്ളി കുഞ്ഞുവെള്ളി ഇല്ലാത്തതുകൊണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു നുള്ള് വെളുത്തുള്ളി. ഗ്യാസൊക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. കപ്പയ്ക്ക് അരയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത്, നന്നായിട്ട് അരയാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് നമ്മുടെ പാകത്തിനൊന്നെടുത്താൽ മതി, നന്നായിട്ട് അരയരുത്. കപ്പ വേവിക്കുക എന്നുള്ള അതിന് നമ്മളൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കുക. ഇപ്പം എല്ലാവർക്കും എല്ലാ ടൈപ്പ് പാത്രം ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള പാത്രം വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇനി ഇതിലേക്ക് നമ്മളായി കപ്പ എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഉണക്കക്കപ്പ നമ്മൾ ചെയ്ത് വെച്ചത്. ഇനി ആ കപ്പയിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പും കൂടി ഇട്ട് കൊടുക്കുക. അരപ്പിട്ടതിന് ശേഷം ഇതൊന്ന് ആവിയിൽ വേവിക്കാനായിട്ട് ഒരു പാത്രം വെച്ച് മൂടുക. ഒന്ന് നന്നായിട്ട് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മളിതൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഉണക്കക്കപ്പ നമ്മൾ കുഴച്ചു. കുറച്ച് വെള്ളം കൂടുതലായതുകൊണ്ട് സാരമില്ല, എല്ലാവർക്കും. എനിക്കും വലിയ താല്പര്യമില്ല ഇത്രയും വെള്ളത്തിൽ കുഴഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇപ്പം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും, ഇങ്ങനെയല്ലേ കിട്ടിയത്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. അന്നത്തേക്കും നമ്മൾ പോയി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഏതെങ്കിലും ഒരു മീൻ വറക്കുവോ മീൻ കറിയോ എന്തെങ്കിലും വെക്കട്ടെ. യമ്മി യമ്മി.